കർക്കിടക മാസത്തിൽ നിങ്ങൾ ഇതുപോലെ മുരിങ്ങയില കൊണ്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. മുരിങ്ങയില കിട്ടിക്കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ തട്ടിക്കുടഞ്ഞെടുക്കുക. അതിനുശേഷം ഇതുപോലുള്ള അരിപ്പയിലേക്ക് അതിൻ്റെ തണ്ട് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കുകയാണെങ്കിൽ മുരിങ്ങയില തണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ അതിന് ശേഷം ഒരു മൺപാത്രം അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതുപോലെ കുറച്ച് കടുകും ഉലുവയിട്ട് പൊട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് നല്ലോണം തന്നെ എടുക്കുക. കുറച്ച് പച്ചമുളക്, ഒരു 4 പച്ചമുളക്, 2 ചെറിയുള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ക്രഷ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതായത് കായപ്പൊടി, കുറച്ച് കായപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, പിന്നെ നല്ല ജീരകപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മൾ 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ നമ്മളിത് ചേർത്തിട്ട് നമ്മളിതൊന്ന് പുളിവെള്ളവും കൂടെ ആവശ്യത്തിനുള്ള പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം നമ്മൾ മുരിങ്ങയിലയും കൂടെ ഇട്ടിട്ട് 1-2 തിള മാത്രം തിളച്ചാൽ മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള രസമാണ് മുരിങ്ങയില രസം കേട്ടോ. അത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ കർക്കിടക മാസത്തിൽ ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.